ഇന്നലെ ചേർത്തലയിൽ പ്രസവശേഷം കുഞ്ഞിനെ മറവ് ചെയ്ത കേസിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടക്കും. കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുക. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാസം തികയാതെ പ്രസവിച്ചതുകൊണ്ടാണ് കുട്ടി മരണപ്പെട്ടതെന്നാണ് യുവതിയുടെ മൊഴി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇന്ന് വരും എന്നാണ് കരുതുന്നത് പോസ്റ്റ്മോർട്ടത്തോടു കൂടി, അല്ലേ? തീർച്ചയായിട്ടും അജിംഷാദ്, ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. സർജൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ടീം കൂടെ, അതായത് പൂച്ചാക്കിൽ നിന്നുള്ള പോലീസിൻ്റെ ടീം കൂടെ അല്പസമയത്തിനുള്ളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലെത്തും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. ഏതാണ്ട് 1 മണിക്കൂറിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. പ്രാഥമിക വിവരങ്ങൾ നമുക്കപ്പോൾ തന്നെ ലഭ്യമാകും. പക്ഷേ കൂടുതൽ വിവരങ്ങൾ, ഇത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമുള്ള വിവരങ്ങൾ പിന്നീട് ബോധ്യമാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ മരണപ്പെട്ടിരിക്കുന്ന പെൺകുഞ്ഞ് അത് ഈ മാസം തികയാതെ പ്രസവിച്ചുകൊണ്ട് ഉണ്ടായ ഒരു മരണമാണ് നിഗമനമാണ് നിലവിലുള്ളത്. പെൺകുട്ടിയും മറ്റും മൊഴി നൽകിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ ഇത് ആശുപത്രിയിലായിരുന്നുവെങ്കിൽ ഇതിൽ നിന്നൊക്കെ, ഈ കുട്ടിയുടെ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് മൃതദേഹം മറവ് ചെയ്തതും അതോടൊപ്പം തന്നെ മറച്ചു വെച്ചതും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഈ പെൺകുട്ടിക്കും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തിൻ്റെ സുഹൃത്തിനും അങ്ങനെ 3 പേർക്കെതിരായിട്ട് പോലീസ് കേസ് കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ട്. ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അജിംഷാദ്, തീർച്ചയായും ഇപ്പോൾ ഈ അറസ്റ്റിലുള്ളത് എന്ത് സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? എത്ര പേരാണ് ഇപ്പോൾ ഉള്ളത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ? ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ 3 പേരാണ്. ഈ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തും അയാളുടെ ഒരു സുഹൃത്തും, അങ്ങനെ 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നത്. അവരുടെ അറസ്റ്റ് ഇന്ന് പുലർച്ചയോടുകൂടി രേഖപ്പെടുത്തുകയായിരുന്നു. ഈ കുട്ടിയെ മറവ് ചെയ്തതും അതോടൊപ്പം തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ കൊലപാതകമാണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അതൊരു സ്വാഭാവിക മരണം എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഈ സംഭവം മറച്ചു വയ്ക്കുകയും മൃതദേഹം രഹസ്യമായിട്ട് മറവ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ പോയതിനു ശേഷമാണല്ലോ ഇത്തരമൊരു സംഭവങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇവർ പോലീസിനെ അറിയിക്കേണ്ട വിവരങ്ങളൊന്നും തന്നെ അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെയാണ് പ്രാഥമികമായിട്ട് ചുമത്തിയിരിക്കുന്നതെങ്കിൽ പോലും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇതൊരു കൊലപാതകമാണെങ്കിൽ അത്തരത്തിലേക്കുള്ള വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ടായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ഈ കേസ് മുൻപോട്ട് പോകുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന പൂച്ചാക്കൽ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അജിംഷാദ്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ചേർത്തലയിൽ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത്.